പിങ്ക് മിഡ് നൈറ്റ് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ ചേരും. ഇന്ന് രാത്രി 9 മണിക്കാണ് കൂട്ടയോട്ടം. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. പറയൂ കൃഷ്ണ, ശരിക്കും ഇന്ന് നമ്മുടെ വനിതകളൊക്കെ ആവേശഭരിതമാക്കും. അവർ ലോകത്തോട് ചിലതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. പറയൂ. തീർച്ചയായിട്ടും എസ്കെൻ, പക്ഷേ എനിക്ക് വനിതാ ദിനം ആശംസിച്ചില്ലെങ്കിൽ ചോദ്യത്തിന് ഞാൻ മറുപടി പറയില്ല. എല്ലാ വനിതാ ദിന ആശംസകളും കൃഷ്ണ ചെറിയാൻ നേരുന്നു. താങ്ക് യു എസ്കെൻ. അപ്പോൾ നമ്മുടെ കൊച്ചി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരു നാരീ സാഗരം തന്നെ, വനിതകളുടെ കടൽ തന്നെ രൂപപ്പെടാൻ പോവുകയാണ്. കാരണം ഫ്ലവേഴ്സും 24ഉം സംഘടിപ്പിക്കുന്ന KP നമ്പൂതിരീസ് പ്രധാന പ്രായോജകരായുള്ള നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 3ാമത്തെ എഡിഷൻ ഇന്നിവിടെ സംഭവിക്കാൻ പോവുകയാണ്. ആദ്യ 2 എഡിഷനുകളും ഗംഭീര ആവേശത്തോടെയാണ് നമ്മുടെ പ്രേക്ഷകരും വനിതകളും ഏറ്റെടുത്തത്. ആ വിജയത്തിൽ സ്ത്രീകളെ കൂടുതൽ കരുത്തുള്ളവരാക്കാൻ, അവരെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ, സാമ്പത്തിക അവബോധമുണ്ടാക്കാനൊക്കെ ലക്ഷ്യമിട്ടുള്ള വനിതാ മാരത്തോൺ ഇന്നിവിടെ നടക്കുകയാണ്. 5 കിലോമീറ്റർ ദൂരമാണ് സ്ത്രീകൾ ഇന്നിവിടെ ഓടാൻ പോകുന്നത്. ഉച്ചയാകുമ്പോഴേക്കും ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ. ഞാൻ നിൽക്കുന്നത് ഈ ഔദ്യോഗികമായ ചടങ്ങുകൾ നടക്കുന്ന പ്രധാന വേദിക്ക് മുന്നിലാണ്. അവിടേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ്. LED വോളിൽ നമുക്ക് മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഇതൊക്കെ മാറി രാത്രിയാകുമ്പോഴേക്കും ഇവിടെ പ്രകാശപൂരിതമാകും, അന്തരീക്ഷമൊക്കെ മാറും. അവിടെ അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ സജ്ജമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ നല്ല രീതിയിലുണ്ടെന്നാണ് നമ്മുടെ സംഘാടകർ പറയുന്നത്. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ സ്പോട്ട് രജിസ്ട്രേഷനായി വനിതകൾ കാത്തിരിക്കരുത്. നേരത്തെ തന്നെ വരിക, രജിസ്റ്റർ ചെയ്യുക. പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇവിടെയുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആരംഭിക്കും. നമ്മുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് വൈകുന്നേരം 9 മണിക്ക് നടൻ ജയസൂര്യയാണ്. ജില്ലാ കളക്ടറും കമ്മീഷണറും അടക്കമുള്ള നിരവധി വിശിഷ്ടാതിഥികൾ ഇവിടേക്ക് എത്തിച്ചേരും. ഒപ്പം തന്നെ വനിതകൾ, നാനാ തുറകളിൽ നിന്നുമുള്ള വനിതകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 വർഷവും വനിതകളായ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒന്നിച്ചോടുന്ന കാഴ്ച, ജോലി ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒന്നിച്ചോടുന്ന കാഴ്ച. അപ്പോൾ 5 കിലോമീറ്റർ ദൂരമാണ് ഇവർക്ക് ഓടാനുള്ളത്. ഞാൻ നിൽക്കുന്ന ദർബാർ ഹാളിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെ ഓടുന്നു. ഇവിടെ നിന്ന് തിരിച്ചു വരുന്നപ്പോൾ അവർ 5 കിലോമീറ്റർ ദൂരം പിന്നിടുന്നു. 2 കാറ്റഗറികളിലായാണ് മത്സരം നടക്കുന്നത്. 15 മുതൽ 30 വരെയുള്ളവരുടെ ഒരു കാറ്റഗറി, പിന്നെ 30-ന് മുകളിൽ എത്ര വയസ്സാണെങ്കിലും 100, 101, 102 ആയിക്കോട്ടെ, നിങ്ങൾക്ക് വരാം, ഓടാം, നിങ്ങളുടെ കരുത്ത് തെളിയിക്കാം. അപ്പോൾ നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഈ ഒരു സംരംഭത്തോടെ എല്ലാ അനുഭവവും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ DDRC, പരക്കാട് ജുവലേഴ്സ്, സൺറൈസ് ഹോസ്പിറ്റൽ, BKD, സ്കി ഐസ്ക്രീം, നമ്മളിപ്പോ പറഞ്ഞ 2ാമത്തെ കാറ്റഗറി ഏതാ? അതിൽ കൃഷ്ണയ്ക്ക് മത്സരിക്കാൻ തോന്നുന്നു. ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട വനിതകളെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് വരൂ, ഓടൂ, ജയിക്കൂ, കിടിലൻ സമ്മാനങ്ങൾ നേടൂ. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തന മേഖലയിൽ 40 വർഷം പൂർത്തിയാക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട SKN, ഞങ്ങളുടെ വനിതകളുടെ എല്ലാവിധ ആശംസകളും, ഞങ്ങൾ വനിതകളുടെ കട്ട സപ്പോർട്ട് ഇനി പൂർത്തിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു കൃഷ്ണ.